ശ്രീ രാജൻ ജോസഫ്, ശ്രീ ഹസ്കറുടെ വിമർശനങ്ങൾ കേട്ട് കാണും അല്ലേ? പാർലമെന്റ് വിളിച്ചില്ല, വിശദീകരിച്ചില്ല, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടെങ്കിലും പറയാമായിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് അല്ല, അതിനകത്ത് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം അസ്കർ വക്കീൽ ആദ്യം പറഞ്ഞു, പിന്നെ ഇവരുടെ നിലപാട് യുദ്ധത്തിൻ്റെ സാധുതയെക്കുറിച്ചാണ്. യുദ്ധം എന്തിനായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് MAVP പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പിന്നെ അസ്കർ വക്കീൽ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടപ്പം അദ്ദേഹത്തിൻ്റെ മീഡിയേഷനിൽ നമ്മൾ പേടിച്ച് യുദ്ധം നിർത്തിയെന്ന്. അപ്പോൾ യുദ്ധം തുടരണമായിരുന്നു എന്നാണ് ഇവരുടെ നിലപാട്. അതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. ഇത് രണ്ടും വർത്തമാനം പറയരുത്. ഈ യുദ്ധം ഏറ്റവും അവസാനിപ്പിക്കേണ്ട മനോഹരമായ മുഹൂർത്തത്തിലാണ് അവസാനിച്ചത്. ഒരു പരിപൂർണമായ യുദ്ധത്തിലേക്ക് പോയാൽ ആ യുദ്ധത്തോടു കൂടി പാകിസ്ഥാൻ തീരും. അവിടുത്തെ നിരപരാധികളായ മനുഷ്യർ വരെ സഫർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ അവർ ബുദ്ധിമുട്ടിയിരിക്കുക. അവിടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എവിടെ നിൽക്കുന്നു, അവരത് എവിടെ നിൽക്കുന്നു. നമ്മുടെ പ്രതിശീർഷ വരുമാനം എവിടെ നിൽക്കുന്നു, അവരത് എവിടെ നിൽക്കുന്നു. മനുഷ്യർ ജീവിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. ആ പാവങ്ങളെ നെഞ്ചത്തേക്ക് നമ്മൾ കൊണ്ടിട്ട് പിന്നെ ആക്രമിക്കണോ? അത് മാത്രമല്ല, അവസാനം ഈ അസീം മുനീർ ഇവരൊക്കെ ഇവിടെ നിന്ന് കയറി പോകുക, എന്നിട്ട് ന്യൂക്ലിയർ ബട്ടൺ ഇട്ട് നിൽക്കിക്കഴിഞ്ഞാലോ? അങ്ങനെയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഫുൾ കോർ പിന്നെ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പിന്നെ വിവിധ വികസനത്തിന് വേണ്ടിയിട്ട് വിവിധ വകുപ്പുകൾക്ക് അലോക്കേറ്റ് ചെയ്ത ഫണ്ടെല്ലാം അത് ഡിഫൻസ് മിനിസ്ട്രിയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു കൊടുക്കേണ്ടി വരും. നമുക്കും വലിയ നമ്മുടെ 10-30 വർഷത്തേക്ക് നമ്മളും പിന്നിലേക്ക് പോകും. അവർ ഫിനിഷ്ഡ് ആവും, പക്ഷേ നമ്മളും നമ്മുടെയും തലമുറകളിൽ അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മൾക്കെതിരെ നമ്മളെ പെഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായ മനുഷ്യരെ ആക്രമിച്ചതിന് തിരിച്ചൊരു നിരപരാധിയെയും ആക്രമിക്കാതെ അവരുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർത്തു. നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കിനും പറ്റില്ല എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. കാരണം ഇവന്മാരുടെ അടുത്തുള്ള സാധനം തന്നെ ഈ ചൈനയുടെ ആയുധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനം, റഡാർ സംവിധാനങ്ങളെല്ലാം തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കളിപ്പാട്ടങ്ങൾ അവരാകെ ഡ്യൂപ്ലിക്കേറ്റ്. ശ്രീ രാജൻ ജോസഫ്, ടർക്കിയുടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതെ, കളിച്ചത്. അപ്പം പിന്നെ അല്ല അതെ കേട്ട് യെസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർ വിട്ടത് പിന്നെ പല കേന്ദ്രങ്ങളും നമ്മുടെ രാജസ്ഥാനിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ അവർ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റിയില്ല. അവരടുത്തുള്ള ഈ ആം എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഡ്യൂപ്ലിക്കേറ്റ് വിദഗ്ധന്മാരാണ്. അവരിന്ന് വരെ സൃഷ്ടിച്ചതിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത ഒരേ ഒരു സാധനം കൊറോണ വൈറസ് ആയിരുന്നു. അത് അവർ കരുതിയത് ഈ സാധനം ഹുവാനിലെ ലാബിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇത് ലോകത്ത് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനുള്ള മറുമരുന്നും ഇവർ തന്നെ, വാക്സിനും ഇവർക്ക് തന്നെ വിൽക്കുക, വാക്സിൻ വിറ്റ് കോടികൾ ഉണ്ടാക്കാമെന്നാണ് കരുതിയത്, മില്യൺ കണക്കിന് രൂപ ഉണ്ടാക്കാമെന്ന്. ഇത് അവരുടെ അടുത്ത് ചോർന്ന് ലീക്കായി. അതോട് കൂടിയിട്ട് അവർക്ക് പല രാജ്യങ്ങളിൽ നിന്നും പിന്നീട് അവർക്ക് വിസ അനുവദിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പല രാജ്യങ്ങളും അപ്രഖ്യാപിതമായ വിലക്കുണ്ട്. അപ്പോൾ ചൈന കൊടുത്ത ഈ സാധനം വെച്ചിട്ട് ഇവരിരുന്നു. അവരെന്തോ ചെയ്തു, അവരെടുത്ത് ഓൾഡ് സ്റ്റോക്ക്, നമ്മൾ ഈ കട പിന്നെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി സാധനങ്ങൾ വിറ്റൊഴിക്കുന്നത് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ കാണാറുണ്ട്. അതേപോലെ ഇവരടുത്തുള്ള സ്റ്റാപ്പൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ട് അവർ പുതിയതവിടെ വെച്ചു. ആ പുതിയ സാധനം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കില്ല. 2, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ നോളജുള്ള ആളുകൾ അവർക്കില്ല. അതാണ് വിഷയം. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും തകർന്ന് കിടക്കുമ്പോൾ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ ദുരിതത്തിലേക്ക് ആക്കാതെ ആ യുദ്ധം മനോഹരമായ മുഹൂർത്തത്തിൽ അതിമനോഹരമായ മുഹൂർത്തത്തിൽ തുടങ്ങി അതിനേക്കാൾ മനോഹരമായ മറ്റൊരു മുഹൂർത്തത്തിൽ അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി തീരുന്നില്ല. നയതന്ത്ര നീക്കമാണ് പിന്നീട് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതേപോലെ മറ്റൊന്ന്, ഇപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ നമ്മൾ അനധികൃത കുടിയേറ്റക്കാരല്ലേ, അവരെ സംരക്ഷിക്കണം ഇന്ത്യ. ഇവിടെയുള്ള മനുഷ്യൻ്റെ കാര്യം ആദ്യം നോക്കണോ, അവരെ സംരക്ഷിക്കണോ? നമ്മളൊക്കെ അവിടെ മതപരമായ വേർതിരിവ് നേരിടുന്ന ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഒക്കെ ആളുകളെ നമ്മൾ ഇവിടെ സ്വീകരിക്കാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത് വരാം. തീവ്രവാദികൾക്ക് അഭയം കൊടുക്കാനുള്ള പിന്നെ സൗകര്യം കൂടി അതിനകത്ത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു വരാം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പല ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളിലൊക്കെ ഉൾപ്പെടുന്ന നമ്മൾ ബംഗാളി എന്ന് പൊതുവെ പറയും. അതിൽ ഭൂരിപക്ഷം പേരുടെയും പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ്. ഒരു പുഴയുടെ അപ്പുറമാണ്. അവിടെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചവരുണ്ട്, ഇവിടെ അങ്ങോട്ട് കല്യാണം കഴിച്ചവരുണ്ട്. അവർക്കെല്ലാം ഈ മമതാ ബാനർജി വന്നതിന് ശേഷം അവിടെ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി, റേഷൻ കാർഡ് ഉണ്ടാക്കി, അവർക്ക് അവിടെ വീട് വെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് അവരാണ് മമതാ ബാനർജിയുടെ ഈ തീവ്രവാദികളെ തീറ്റിപ്പോറ്റി അവരുടെ വോട്ട് ബാങ്ക് വെച്ചിട്ടാണ് മമതാ ബാനർജി ഈ പിന്നെ വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. മതപരമായ ധ്രുവീകരണമാണുള്ളത്. നമുക്ക് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന മാറിയ ശേഷം നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നെ ഇവർ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് സത്യമല്ലേ? ഏതെങ്കിലും ഒരു ഇന്ത്യയോടൊപ്പം 1947 സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാനിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിമാർ കാലാവധി ചോദിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ആൾ. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലാവണി.
നമ്മളുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ദേവഗൗഡ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഇയാൾ സ്ഥാനഭ്രഷ്ടനാക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് കൽത്തുറുങ്കി കൊണ്ടേ അടയ്ക്കുക. ഒരു ജനാധിപത്യവും ഇല്ല. അവിടുത്തെ മനുഷ്യർ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് പോലും ചിലപ്പോൾ അറിയാതെ ആഗ്രഹിച്ചു പോവും. അതുതന്നെയല്ലേ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ളത്. ജനം തെരുവിലിറങ്ങിയില്ലേ? പാകിസ്ഥാൻ സൈന്യത്തിലുള്ളവർക്ക് നേരെ ആക്രമണം നടത്തിയില്ലേ? എന്താ കാരണം? ബലൂചിസ്ഥാനിൽ പെഹൽഗാമിൽ മരണപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് പ്രകടനം നടന്നില്ലേ BLA നേതൃത്വത്തിൽ? അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനത പോലും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ളവരും നമ്മുടെ കാശ്മീരിലുള്ളവരും തമ്മിൽ പലരും ബന്ധുക്കളാണ്, അപ്പുറം ഇപ്പുറമാണ്. അവർ ഇവിടുത്തെ കാശ്മീർ ഇന്ത്യയുടെ സ്വർഗമായി മാറുമ്പോൾ, ലോകത്തിൻ്റെ സ്വർഗമായി മാറുമ്പോൾ യൂസഫ് അലി വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം. അതിന് മുമ്പ് ആരും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവിടുത്തെ അങ്ങനെയുള്ള ആ പ്രത്യേക പരിഗണന എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ പിന്നീടാണ് ഈ വിനോദസഞ്ചാരികളുടെ ഒഴുക്കുണ്ടായത്. അവിടെ യൂസഫ് അലി പൈസ 1 രൂപ മുടക്കിയാൽ 2 രൂപ കിട്ടുന്ന ഉറപ്പുള്ളിടത്തേ മുടക്കുള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് മുടക്കി. യൂസഫ് അലി ലക്നൌവിൽ പോയി മാൾ തുടങ്ങിയത് എപ്പോഴാണ്? 3-4 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് അവിടെ മാഫിയ രാജായിരുന്നു, ഗുണ്ടാരാജായിരുന്നു. മാൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാളിൽ കയറി കൊള്ളയടിച്ചുകൊണ്ട് പോകും. അതിന് പറ്റുന്ന സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷം അവിടെ യോഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യോഗി എൻ്റെ അമ്മാവനോ നരേന്ദ്രമോദി എൻ്റെ അമ്മാവനോ ഒന്നുമല്ല. ഞാൻ ഇവരെ ഒന്നും BJP രാഷ്ട്രീയത്തോട് പരിപൂർണമായി യോജിക്കുന്ന ആളുമല്ല. മാനസികമായി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോട് യോജിച്ച് നിൽക്കുന്ന ആളാണ്. പക്ഷേ വലതുപക്ഷം ചേർന്ന് നടക്കാൻ പറഞ്ഞ് റോട്ടിലെ രാഷ്ട്രീയത്തിലല്ല. ഇവർ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും വലിയ വലതുപക്ഷ വ്യതിയാനത്തിന് വിധേയരായ ഒരു കാലത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനോടൊക്കെയുള്ള വിയോജിപ്പ്. പക്ഷേ ഇതിനകത്ത് ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഈ ഒസാമ ബിൻ ലാദനും ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ തീറ്റിപ്പറ്റിയതാരാ? ഒസാമ ബിൻ ലാദനെ ഈ പാകിസ്ഥാനുള്ളിലല്ലേ? അവർ രാജ്യം തന്നെ അതാത് രീതിയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒസാമ ബിൻ ലാദനെ അമേരിക്കക്കാർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി തട്ടി കടലിൽ കെട്ടിത്താഴ്ത്തി.